ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തിടെ പഹൽഗ്രാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം ഉണ്ടായിരുന്നു. ഇരുവശത്തു നിന്നും ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ IPLന്റെ ഫ്രാഞ്ചൈസി പാകിസ്ഥാൻ കളിക്കാർക്ക് ലീഗിൽ കളിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ്. ഒന്നോ രണ്ടോ അല്ല, 3 ഫ്രാഞ്ചൈസികളാണ് പാകിസ്ഥാൻ കളിക്കാർക്ക് പണം നൽകിയത്. ബോളിവുഡിലെ കിങ് ഖാന്റെയും ഇന്ത്യയിലെ ഏറ്റവും ധനികനായ അംബാനിയുടെയും ധോണിയുടെയും പേരുകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. മുംബൈ, CSK, KKR എന്നിവർ ഏതൊക്കെ കളിക്കാർക്ക് അവസരം നൽകിയെന്നാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗാണ് IPL. അതിന്റെ ആദ്യ സീസണിൽ പാകിസ്ഥാൻ കളിക്കാർ പങ്കെടുത്തിരുന്നു. ഒന്നോ രണ്ടോ അല്ല, 12 പാകിസ്ഥാൻ കളിക്കാരായിരുന്നു ഈ ലീഗിന്റെ ഭാഗമായത്. എന്നാൽ മുംബൈ ആക്രമണത്തിന് ശേഷം ഈ കളിക്കാരെ ഇന്ത്യ വിലക്കി. എന്നാൽ ഇപ്പോൾ മുംബൈ ഫ്രാഞ്ചൈസി ഒരു പാകിസ്ഥാൻ കളിക്കാരന് അവസരം നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മേജർ ലീഗിലെ മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസി MI ന്യൂയോർക്കാണ് പാകിസ്ഥാൻ കളിക്കാരൻ എഹ്സാൻ ആദിലിനെ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എഹ്സാൻ ജനിച്ചത് പാകിസ്ഥാനിലാണ്. അദ്ദേഹം പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നതും. ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാറൂഖ് ഖാൻ ക്രിക്കറ്റിനോട് എത്രമാത്രം ഭ്രാന്തമാണെന്ന് എല്ലാവർക്കും അറിയാം. IPLൽ കിങ് ഖാൻ സ്വന്തം ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വാങ്ങിയിട്ടുണ്ട്. കൊൽക്കത്തയുടെ ഫ്രാഞ്ചൈസിയും മേജർ ലീഗിൽ കളിക്കുന്നുണ്ട്. മേജർ ലീഗിലെ കൊൽക്കത്തയുടെ ഫ്രാഞ്ചൈസി ലോസ് ആഞ്ചലസ് നൈറ്റ് റൈഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടീം മേജർ ലീഗിൽ 2 പാകിസ്ഥാനികൾക്കാണ് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അണ്ടർ-19 കളിച്ചിട്ടുള്ള സെയ്ദ് ബദറിനെയാണ് ഇപ്പോൾ അവർ ടീമിലേക്ക് എത്തിച്ചത്. അതേസമയം ഒരു ബൗളർ എന്ന നിലയിൽ അലിഖാനെയും അവർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലിഖാൻ USAക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. പക്ഷേ അദ്ദേഹം പാകിസ്ഥാനിലാണ് ജനിച്ചത്. ധോണിയുടെ ടീമാണെങ്കിൽ കളിക്കാരെയാണ് ടീമിലേക്ക് വാങ്ങിയത്. IPLലെ വിജയകരമായ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. മേജർ ലീഗിന്റെ ഭാഗമാണ് ചെന്നൈയും. ചെന്നൈയുടെ ഫ്രാഞ്ചൈസി ടെക്സസ് സൂപ്പർ കിങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2 പാകിസ്ഥാൻ കളിക്കാർക്ക് അവർ അവസരം നൽകിയിട്ടുണ്ട്. മേജർ ക്രിക്കറ്റ് ലീഗിൽ 2 ബൗളർമാർക്കാണ് അവർ അവസരം നൽകിയിരിക്കുന്നത്. ടെക്സസ് സൂപ്പർ കിങ്സ് പാകിസ്ഥാൻ ബൗളറായ സിയാഉൽ ഹക്കിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം പാകിസ്ഥാനിൽ ജനിച്ച മുഹമ്മദ് മൊഹ്സിനും അവർ ടീമിൽ അവസരം നൽകിയിട്ടുണ്ട്.